മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം അതേ വേദിയിൽ അവതരിപ്പിച്ച് കാസർഗോഡ് കുമ്പള സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പരിപാടി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ അധ്യാപകൻ കർട്ടനിട്ടത് ഏറെ വിവാദമായിരുന്നു. വിദ്യാർത്ഥികൾ വേദിയിലെത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സഹപാഠികളും കൂട്ടുകാരും എതിരേറ്റത്. സ്കൂളിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ കുട്ടികൾക്ക് പിന്തുണയുമായി കുമ്പള ജനകീയ വേദി സ്കൂളിലേക്ക് എത്തി. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഒരു വശത്ത് പ്രതിഷേധം ആളിക്കെത്തുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈ മൈം തുടരാം എന്ന അനുമതി നൽകിയത്. അതും ഈ കലോത്സവ ചട്ടങ്ങളുടെയൊക്കെ ലംഘനമാണിത്. കൃത്യമായ ആ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ അതിന് അനുമതി നൽകിയത്, വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയത്. ഇപ്പോൾ എന്താണ്, ഇപ്പോഴും അവിടെ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടോ ബൈജു? ടോമെ, പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു മൈം ഷോ, അതായത് പാലസ്തീനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുട്ടികൾ അവതരിപ്പിച്ച മൈം ഷോ 2.5 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും കർട്ടൻ താഴ്ത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ അത് വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. ആ മൈം ഷോ അതേ വേദിയിൽ തന്നെ കുട്ടികൾ അവതരിപ്പിച്ചു. എല്ലാ കലോത്സവ മാനുവൽ പ്രകാരം തന്നെയാണ് ആ കുട്ടികൾ വേദിയിൽ ഇപ്പോൾ പരിപാടി അവതരിപ്പിച്ചത്. നിറഞ്ഞ കൈയോടുകൂടി തന്നെയാണ് മറ്റു കുട്ടികൾ ഈ ഒരു ഇവരുടെ ഈ മൈം ഷോയെ വരവേറ്റത്. എന്തായാലും വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒരു വിഷയമാണ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കുട്ടികളുടെ മൈം ഷോ. അത് നേരത്തെ 10 കുട്ടികളായിരുന്നു ഇത്തരത്തിൽ മൈം ഷോ എങ്കിൽ ഇത്തവണ രണ്ടാമത് അവതരിപ്പിക്കുമ്പോൾ അത് 6ലേക്ക് അവർ കുറച്ചു. കാരണം ഇതിന്റെ മാനുവൽ കൃത്യം പാലിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മൈം ഷോ അവതരിപ്പിച്ചത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ ഇതേ സമയത്ത് തന്നെ, അതായത് 12 മണിക്കാണ് ഈ മൈം ഷോ ഇവിടെ അവതരിപ്പിച്ചത്. അതേ സമയത്ത് തന്നെ ഗേറ്റിന് പുറത്ത് BJPയുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. BJP പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിൽ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടൊരു മൈം ഷോ അവതരിപ്പിക്കാൻ അനുവദിക്കരുത്, അത്തരം അനുവാദം നൽകുന്ന സ്കൂൾ അധികൃതർക്ക് എതിരെയും അതോടൊപ്പം PTA കമ്മിറ്റിക്ക് എതിരെ ഉൾപ്പെടെ കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. അതേസമയം കുമ്പള ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയോടുകൂടി വലിയ തോതിൽ സംഘർഷാവസ്ഥ ഉണ്ടായി, വലിയ തോതിലുള്ള പോലീസ് സന്നാഹമുണ്ടായി. കാരണം ഈ ഒരു പരിപാടി വീണ്ടും അവതരിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടിയാണ് ഇതിൽ ഇടപെടുന്നത്. ന്യൂസ് 18 ചർച്ചയിൽ തന്നെയാണ് മന്ത്രി ഇത്തരത്തിൽ വീണ്ടും ഇവർക്കൊരു അവസരം നൽകും എന്ന് പറയുന്നത്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും ആവില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും നേരത്തെ പാലസ്തീൻ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഈ കുട്ടികളുടെ ഭാഗത്ത് അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ മൈം ഷോ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ജില്ലാ കലോത്സവങ്ങൾ വരുന്നു, സംസ്ഥാന കലോത്സവം വരുന്നു. അപ്പോഴെല്ലാം ഇനി ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം പലസ്തീൻ വിഷയമായി ഒരുപക്ഷെ മൈം ഇനി നാളെ അത് നാടകം, അത്തരത്തിൽ കുട്ടികൾ ആ വിഷയം ഏറ്റെടുത്തേക്കാം. ഒരുപക്ഷെ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുക. എന്തായാലും കുമ്പള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് ഇതേ സ്കൂളിൽ തന്നെ ഈ മൈം ഷോ അവതരിപ്പിക്കാൻ പറ്റി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സൗകര്യം ചെയ്തു കൊടുത്തു. മന്ത്രി തന്നെ അതിന് ഇത്തരം രാഷ്ട്രീയത്തിനുള്ള ഒരു വേദിയാക്കണോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം വരും ദിവസങ്ങളിലും ഇനി മറ്റ് കലോത്സവം വരുമ്പോൾ കൂടുതൽ സ്കൂളുകളിൽ അല്ലെങ്കിൽ ജില്ലാ കലോത്സവങ്ങളിൽ, സംസ്ഥാന കലോത്സവങ്ങളിൽ സമാനമായ രീതിയിലുള്ള പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ ഉണ്ടായാൽ സ്വാഭാവികമായും അത് വലിയ രാഷ്ട്രീയ പ്രതിഷേധത്തിന് വരെയും കാരണമാകാം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സർക്കാർ തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം പ്രതിഷേധിക്കാനൊക്കെ അവകാശമുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെ അവകാശമുണ്ട്. പക്ഷേ ഇവിടെ ഈ രീതിയിൽ ഒരു സാഹചര്യം കൂടുതൽ മോശമാകുന്ന ഒരു നിലയുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുമാണ്.